മാസം മുൻപ് കാണാതായ വിമുക്ത ഭടനെ തേടിയലഞ്ഞ് ബന്ധുക്കൾ. മലപ്പുറം മച്ചിക്കൽ സ്വദേശി നരിപ്പറ്റ അലവിയെ തേടി തിരയാത്ത സ്ഥലങ്ങളില്ല. പോകാൻ സാധ്യതയുള്ളിടത്തെല്ലാം അന്വേഷിച്ചിട്ടും ഇതുവരെ കണ്ടെത്താനായില്ലെന്ന് ഭാര്യ KP ഫാത്തിമയും മകൻ അൽ ബക്രത്തും ബന്ധു അബ്ദുൽ ഖാദറും വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടുന്ന് ഇന്നോവ കാറിൽ എൻ്റെ മദറും എൻ്റെ 2 സിസ്റ്ററും അളിയനും ഫാദറും കൂടി അങ്ങോട്ട് പോയതായിരുന്നു. അവിടെ വെച്ച് സാധനങ്ങളെല്ലാം ഇറക്കുന്ന സമയത്ത് വണ്ടിയിൽ നിന്ന് സാധനങ്ങൾ കയറ്റിക്കൊണ്ടിരിക്കുക പെങ്ങള് റൂമിൽ പോയി. തിരിച്ച് വന്ന സമയത്ത് പിന്നെ വാപ്പ വണ്ടിയിൽ നിന്ന് ഇറങ്ങണതേ കണ്ടോളൂ ഉമ്മ. പിന്നെ ഫാദറിനെ കാണുന്നില്ല. അപ്പോൾ സെല്ലുണ്ടായിരുന്നു, സാധാ സെല്ലായിരുന്നു, ചെറിയ സെല്ല്. അതിൽ വിളിച്ചു നോക്കി. അപ്പോൾ ഞാൻ പള്ളിയിൽ പോന്നതാണെന്ന് പറഞ്ഞ്. തിരിച്ചൊരു 5 മിനിറ്റ് വേറെ അതൊരു കോളിലായിരുന്നു ഫാദർ. അത് കോള് കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ ഫോൺ ഓഫാക്കുക ചെയ്തത്. ചാർജ് കഴിഞ്ഞ് ഓഫായി. അപ്പോൾ അതൊന്ന് ചെറിയൊരു ഓർമ്മയുടെ ഒരു ചെറിയ കുറവുണ്ടായിന് ഇവിടെ നാട്ടിൽ നിന്ന് തന്നെ. പക്ഷെ അവിടെ നിന്ന് എന്താ സംഭവിച്ചെന്ന് അറിയില്ല. പിന്നെ നമ്മളവിടുത്തെ പെരുമ്പാക്കം എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് കാണാണ്ടാകുന്നത് വാപ്പനെ. അവിടെ പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈൻറ്റ് ചെയ്ത് അങ്ങനെ അവിടെ കമ്മീഷണർ ഓഫീസിൽ വിളിപ്പിച്ച് അവിടെ ഒരു കംപ്ലൈൻറ്റ് ഞങ്ങൾ ഫയൽ സ്വീകരിച്ചിട്ടുണ്ട്. അപ്പം അതിനുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കണം. നിങ്ങൾക്ക് തനിയൊരു ബറ്റാലിയനൊക്കെ നിങ്ങൾക്ക് കേസ് അന്വേഷിക്കാനായിട്ട് ഏർപ്പെടുത്തിക്കണമെന്നൊക്കെ പോലും പറഞ്ഞ്. പിന്നെ ഞങ്ങളെ ട്രേസ് ചെയ്തുകൊണ്ടിരുന്നു. പിന്നെ പല സംഘടനക്കാർ KMCC, പിന്നെ അവിടുത്തെ കോൺഗ്രസിൻ്റെ സംഘടന, അതേപോലെ CPI, അങ്ങനത്തെ പല സംഘടനക്കാരായിട്ട് ബന്ധപ്പെട്ട് അപ്പോൾ അവരൊക്കെ ഞങ്ങൾ വേണ്ട പോലെ അന്വേഷിക്കാമെന്ന് പറഞ്ഞ്. ഫസ്റ്റ് ടൈം ഫാദറിന് മിസ്സിങ്ങുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ദിനകർ ദിനദന്തി എന്ന 2 പേപ്പറിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് 1-2 ആളുകൾ വിളിച്ചിരുന്നു. കഴിഞ്ഞ ജനുവരി 6 അലവി ചെറിയ മകളായ ബേബി നസ്രീനോട് പഠനാവശ്യാർത്ഥം കുടുംബസമേതം ചെന്നൈയിലേക്ക് പുറപ്പെട്ടത്. പെരുമ്പാക്കത്ത് വെച്ച് വാഹനത്തിൽ നിന്നും വാടക വീട്ടിലേക്ക് സാധനങ്ങൾ മാറ്റുന്നതിന്റെ കാണാതാകുകയായിരുന്നു. ഫോണിൽ ബന്ധപ്പെട്ടപ്പോൾ പള്ളിയിലാണെന്നും ഉടനെ വീട്ടിലേക്ക് വരാമെന്നുമായിരുന്നു മറുപടി. പിന്നീട് അങ്ങോട്ട് വേറൊന്നുമില്ല. അലവിക്ക് ചെറിയ ഓർമ്മക്കുറവുള്ളതിനാൽ മക്കളായ നസ്രീനെയും ഇർഫാനെയും അന്ന് തന്നെ പെരുമ്പാക്കം പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി. മക്കളും ബന്ധുക്കളും ചെന്നൈ വഴി തിരഞ്ഞിട്ടും വിവരമൊന്നും ലഭിച്ചില്ല. തൊട്ടൊരു ദിവസം രാവിലെ 3 കിലോമീറ്റർ അപ്പുറത്തുള്ള മൊബൈൽ ഷോപ്പിൽ ഫോൺ റീചാർജ് ചെയ്യാനായി ചെന്നിരുന്നെന്നും അവിടെ നിന്നും ഒരു സ്കൂട്ടറിൽ കയറി പോകുന്ന CCTV ദൃശ്യം അല്ലാതെ മറ്റൊന്നും ലഭിച്ചില്ല. കമ്മീഷണർ ഓഫീസിലും ചെങ്കൽപ്പേട്ട് കളക്ടർക്കും മലപ്പുറം കളക്ടർക്കും MLA-ക്കും MP-മാർക്കും പരാതി നൽകിയിട്ടും നാളിതുവരെ ഇദ്ദേഹത്തെ കണ്ടെത്താനായില്ല. മുഖ്യമന്ത്രിക്ക് 2 തവണ പരാതി നൽകിയിട്ടും ഗുണമൊന്നും ഉണ്ടായില്ലെന്നും ബന്ധുക്കൾ പറഞ്ഞു. അലവിയെ കണ്ടെത്താനാകുമെന്ന പ്രതീക്ഷയിൽ ഭാര്യയായ ഫാത്തിമയും മക്കളായ നസീബയും അൽബറക്കത്തും നിഹ്മത്തും മുഹമ്മദ് അസറുദ്ദീൻ ഷായും ഇർഫാന അസ്മിനും ഡോക്ടർ ബേബി നസ്മിനും മുട്ടാത്ത വാതിലുകളില്ല. കേരളത്തിലും തമിഴ്നാട്ടിലുമായി പല സ്ഥലങ്ങളിലും അന്വേഷിച്ചെന്നെങ്കിലും ഇതുവരെ കണ്ടെത്താനായിട്ടില്ല. സന്നദ്ധ സംഘടനകൾ ഉൾപ്പെടെ പലരുമായി ബന്ധപ്പെട്ടിട്ടും കാണാമറയത്ത് തന്നെയിരിക്കുന്ന തങ്ങളുടെ പ്രിയ പിതാവിനെ തേടി അലയുകയാണ് മക്കളും ബന്ധുക്കളും. സഹാറ ഗോൾഡൻ ഡയമണ്ട്സ്, കോട്ടപ്പടി, മലപ്പുറം. ഫോൺ 9744 912 916.